നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ആ താഴെ കണ്ടുകൊണ്ടിരിക്കുന്ന 5 ഷട്ടർ തുറന്നു കഴിഞ്ഞുള്ള ഒരു കാഴ്ച കേട്ടോ. ആ താഴോട്ടൊക്കെ നോക്കിക്കേ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടിലൻ കുത്തൊഴുക്കും നല്ല സീനാണ്. താഴോട്ടൊക്കെ നല്ല പോയി കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞാൽ മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് പാലത്തിലോട്ട് കയറിപ്പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. താഴോട്ടുള്ള കാഴ്ച കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ആ വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമുക്ക് ഈ ഡാമിലോട്ട് കയറിപ്പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളോട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാവേ. ആൾക്കാരിവിടെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ ആൾക്കാരിങ്ങനെ വണ്ടിയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ. പിണങ്ങിയിരിക്കണോടാ കൊച്ച കണ്ടുപിടിച്ചേ. ഇതോടെ യൂട്യൂബ് ഉണ്ടാക്കുന്ന അങ്കിളെ നീ കണ്ടില്ലേ? ഇതാ യൂട്യൂബ് ഉണ്ടാക്കുന്ന അങ്കിളിനെ പോലെ യൂട്യൂബ് ഉണ്ടാക്കുന്ന അങ്കിളിനെ കണ്ടോ? രണ്ടുപേരെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് കണ്ടു കിട്ടിയിരിക്കുന്നു. ഇറങ്ങുവാണോ? വരുന്നില്ലേ? അവന്മാരെ ഇറക്കി വിടാം. അത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ കാണുന്നതാണ് കല്ലാറുകുട്ടി ഡാമിൻ്റെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡാം നിറഞ്ഞ് നിൽക്കുവാണ്. 5 ഷട്ടർ തുറന്നേക്കുന്നത് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത്രയും വെള്ളം കിടക്കുമല്ലേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അതിൽ കയറിപ്പോയി ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കയറിപ്പോവാം. അനുവാദമില്ലാതെ കയറല്ലെന്നോ? നല്ല വെള്ളമല്ലേ, നല്ല വെള്ളം കെട്ടിക്കിടക്കുവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. 5 ഷട്ടറും തുറന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് സൈഡെന്ന് തോന്നുന്നു. ഇതിൽ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകാവുന്ന ഒരു സൈഡാട്ടോ. ഇതാണ് ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന സൈഡ്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെള്ളം കിടക്കുന്നുണ്ടോ? താഴെ ഒരു സൈഡുണ്ട്. നമുക്ക് ഇറങ്ങിയൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കിതിലെ ഒരു അപ്പുറത്തിയല്ല. വണ്ടിയൊക്കെ കയറി വരുന്നുണ്ടോ? നല്ല സൗണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയും ക്ലോസ് ആണ്, ഇവിടെയും ക്ലോസ് ആണ്. ഇങ്ങോട്ടെടുത്ത്. അവിടെയും ക്ലോസ് ആണ്, ഇവിടെയും ക്ലോസ് ആണ്.
താഴോട്ട് ഇറക്കി വിടത്തില്ല, വെള്ളം ഭയങ്കര കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ കല്ലാറുകുട്ടി ഡാമിൻ്റെ എൻഡിങ് പോയിൻ്റ് ആട്ടോ കാണുന്നത്. ഗായ്സ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൻ്റെ ആ ഒരു പവറും ഒന്ന് കാണിക്കാവേ, കണ്ടു നോക്കട്ടോ. ഇത് ലാസ്റ്റ് ഷട്ടറാണ്, 5ാമത്തെ ഷട്ടറാട്ടോ. ഇത് 4ാമത്തെ ഷട്ടർ. നമ്മൾ പുറകിൽ നിന്നാട്ടോ എണ്ണി വന്നത്, അതുകൊണ്ടാണ് അതുകൊണ്ടോ വെള്ളം കിടക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് 3ാമത്തെ ഷട്ടർ. ഇത് 2ാമത്തെ ഷട്ടർ. ഇത് നമ്മൾ കാണുന്ന 1ാമത്തെ ഷട്ടർ കേട്ടോ, കല്ലാറുകുട്ടിയുടെ 1ാമത്തെ ഷട്ടർ. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഓപ്പറേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ. ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, സൈഡ് വരെയുണ്ട് കേട്ടോ. വെള്ളം കിടക്കുന്ന നോക്കി. ഇവിടെ 5 ഷട്ടറും തുറക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ 4 ഷട്ടർ ഉള്ളായിരുന്നു കേട്ടോ, 5 ഷട്ടറൊക്കെ ഉള്ളു. അപ്പോൾ ഇതാണ് നമ്മുടെ കല്ലാറുകുട്ടിയിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ. ആൾക്കാരൊക്കെ അവിടെ നിന്ന് കല്ലാറുകുട്ടി ഡാമിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്ന കാഴ്ചയാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അതായത് അപ്പോൾ മുകളിലാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നല്ല മഴയത്ത് മാത്രമാണ് ഈ കല്ലാറുകുട്ടി ഷട്ടർ തുറക്കത്തുള്ളൂ. തുറന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഈ കല്ലാറുകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ ഡാമാണ്. അപ്പോൾ ഈ ഡാം നോർമലി മഴ പെയ്യുന്ന സമയങ്ങളിലെല്ലാം ഓപ്പൺ ആക്കുന്ന ഒരു ഡാമാണ്. അപ്പം ഇന്ന് വന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തപ്പോൾ 4 ഷട്ടറേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്ന് 5 ഷട്ടറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സൗണ്ട് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ എടുത്ത് കുറച്ച് നല്ല വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഒന്ന്, 2, 3, 4, 5 ഷട്ടർ.